വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലേക്ക് മുടിയൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ബാലു പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ അപ്ഡേറ്റും. ആദ്യം തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെയാണ് മുടിയൻ്റെ വിവാഹം കഴിഞ്ഞത്. അത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിലും കുറേ പ്രശ്നങ്ങളൊന്നും മീൻസ് ലച്ചു വന്നില്ല. അപ്പോൾ അതിൽ കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന രീതിക്ക് മുടിയൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. അപ്പം മുതൽ തന്നെ മാധ്യമങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് മുടിയൻ തിരിച്ചു വരിക എന്ന രീതിക്കൊന്നും അപ്പോഴൊക്കെ മര്യാദയ്ക്കുള്ള ഒരു ആൻസറൊന്നും, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ആൻസറൊന്നും ഉപ്പുമുളകും ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഓണം സ്പെഷ്യലായിട്ട് വന്നൊരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ ബിജു സോപാനം, അതായത് ഉപ്പുമുളകിലെ ബാലു, ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് പ്രേക്ഷകർക്കായിട്ട്. അതായത് സീസൺ 3 സ്റ്റാർട്ടാകുമ്പോൾ തന്നെ മുടിയനെ വിളിച്ചിരുന്നു, ഉപ്പുമുളകും ടീമും മുടിയനെ ഉപ്പുമുളകും സീസൺ 3ലേക്ക് വിളിച്ചിരുന്നു എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏഷ്യനെറ്റുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ് മുടിയന് വരാൻ പറ്റാത്തതാണ് എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയനെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് ഉപ്പുമുളകും ടീം. ബാലുവിൻ്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉപ്പുമുളകും ടീമും ചാനലും മുടിയനുമായിട്ട് ഇപ്പോൾ യാതൊരു പ്രശ്നവും തന്നെ ഇല്ല. എല്ലാം സോർട്ട് ഔട്ടായിട്ട് ഇപ്പോൾ മുടിയൻ തിരിച്ചുവരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം മുടിയൻ വേറെ ഒരു വലിയ പ്രൊജക്റ്റൊന്നും അങ്ങനെ കമ്മിറ്റ് ആയിട്ടില്ല. വേറൊരു ചാനലിലോട്ട് പോകാൻ പറ്റത്തില്ല. കല്യാണത്തിന്, അതായത് മുടിയൻ്റെ കല്യാണത്തിന് ബാലു ഇതുപോലത്തെ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. മുടിയന് താല്പര്യമുണ്ടെങ്കിൽ മുടിയന് തിരിച്ചു വരാമെന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആയിട്ട് ബാലു തന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉപ്പുമുളകും ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണമുള്ളത് കൊണ്ട്, അതായത് ഈ ഒരു കോൺട്രാക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന രീതിക്കാണ് മുടിയൻ്റെ ആൻസർ ഉണ്ടായിരുന്നത് എന്ന രീതിക്കാണ് പറയുന്നത്. ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് മാർച്ച് ഫെബ്രുവരിയോടുകൂടിയാണ് മുടിയൻ്റെ ഏഷ്യനെറ്റ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ, അതായത് 2025 ഫെബ്രുവരി മാർച്ച് ആ സമയത്തൊക്കെ നമുക്ക് മുടിയൻ്റെ ഒരു റീ എൻട്രി ഉപ്പുമുളകിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കുള്ള ഒരു ഡൗട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഏതായാലും മുടിയനൊക്കെ പ്രശ്നമൊക്കെ തീർന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഉപ്പുമുളകിൽ 4 പിള്ളേർ എന്ന രീതിക്ക് മാത്രം പറയുന്നത്? മുടിയൻ എന്നൊരു കഥാപാത്രമുണ്ട്, ഗൾഫിലാണ് എന്നോ ബാംഗ്ലൂരാണ് എന്ന രീതിക്ക് സീസൺ 2 പോയ പോലെ തന്നെ കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന രീതിക്ക് കുറേ പേര് കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് ഇനി ഒരിക്കലും ഉപ്പുമുളകും ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ കൊല്ലം, അതായത് സീസൺ 2 ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ടാണ് മുടിയൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ മുടിയനെ കൊടുക്കേണ്ടി വന്നത്. അതായത് മുടിയൻ ബാംഗ്ലൂരിൽ ജോലിക്ക് പോയി എന്ന രീതിക്കായിരുന്നു സ്റ്റോറിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മുടിയനെ അവിടെ പോയി മയക്കമരുന്ന് കേസിൽ കുടുങ്ങിയെന്ന രീതിക്ക് കഥയിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് മുടിയൻ ഇൻ്റർവ്യൂ കൊടുത്ത് അത് ഇത്ര വലിയ പ്രശ്നമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ ഉപ്പുമുളകിൽ മുടിയൻ ഇല്ലാത്തത് കൊണ്ട് മുടിയൻ്റെ സ്റ്റോറി യൂസ് ചെയ്യത്തില്ല. മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ മാത്രമേ ഇനി ആ ഒരു സ്റ്റോറിയൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. ഏതായാലും ഇപ്പോൾ മുടിയൻ്റെ തിരിച്ചു വരും ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. മുടിയനും ചാനലുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് ബാലു തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയുമാണ്. പിന്നെ നമ്മൾ 2025 മാർച്ചിന് വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉപ്പുമുളകും ഫാൻസൊക്കെ മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട് സീസൺ 3 മുടിയൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് അറിയാനായിട്ട് പലരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.